ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈൻ ആണ്. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നോർമൽ പാറ്റേണിനേക്കാൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നോർമൽ പാറ്റേൺ ആണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ ഈ ഒരു പാറ്റേണിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. ഇതൊരു 2 പീസ് കുർത്തിയുടെ പീസാണിത്, യോക്ക് പീസാണിത്. നമുക്ക് നമ്മുടെ പാറ്റേൺ ഇതിന്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സാധാരണ അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ അളന്നെടുക്കുക. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ നെക്ക് ലെങ്ത് 6.25 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അത് നമ്മൾ അളന്നെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 10.75 ഇഞ്ചാണ് വരുന്നത്. പക്ഷെ ഞാനിത് 11 ഇഞ്ചായിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് 11 ഇഞ്ചിനേക്കാൾ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 12 ഇഞ്ചിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 12 ഇഞ്ചിൽ ഞാനിവിടെ ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻവാസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഇനി നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 2 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഫോൾഡ് ചെയ്തിട്ട്. ഇനി നമ്മൾ നമ്മുടെ ഡിസൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇത് കുർത്തിയുടെ ആ ഒരു താഴത്തെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു 1 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത് നെക്കിന്റെ സൈഡിലാണ് വരിക. ഇനി നമുക്ക് അവിടെ നിന്നും ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴെയായിട്ട്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, മാർക്ക് ചെയ്യാത്ത ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് അളന്നെടുക്കുക. അപ്പോൾ 7.5 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് അതിന്റെ മിഡിൽ കണ്ടെത്തിയിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ 3.75 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും ഇപ്പുറത്തെ ആ ഒരു പോയിന്റും നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഷേപ്പ് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലും വേണം. അപ്പം നമ്മൾ പെന്ന് വെച്ചിട്ട് വരക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് 2 സൈഡിലും ഒരേ ഡിസൈൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ മാർജിൻ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ കൂടെ കട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു മാർക്കിങ്ങിലൂടെ സെന്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇങ്ങനത്തെ 2 പീസസ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാ വരിക. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ്സ് ഒന്ന് കറക്റ്റായിട്ട് വരഞ്ഞു കൊടുക്കുക 2 പീസസിലും. ഇപ്പുറത്തെ പീസിലും കൂടി നമുക്ക് ആ ഒരു പോയിന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്ത് വരുന്ന ഭാഗം. 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് റൈറ്റും ലെഫ്റ്റും മാർക്ക് ചെയ്തെടുക്കുക. എന്നാൽ നമുക്ക് മാറിപ്പോവില്ല. ഇനി നമുക്കിതൊരു തുണിയിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുണിയിലേക്ക് നമ്മൾ അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് സെന്ററിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് അയൺ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സെന്ററിൽ വരുന്ന പീസ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സൈഡിൽ വരുമ്പോൾ നമ്മൾ ഇതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് നമ്മുടെ പീസിന്റെ റോങ് സൈഡ് എടുക്കുക, റൈറ്റ് സൈഡും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും. എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസിന്റെ റൈറ്റ് സൈഡ് ഇങ്ങനെ എടുക്കുക. അതായത് നമ്മുടെ ഫേസിൽ വരുന്നത് രണ്ടും റോങ് സൈഡ് ആണ്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ സ്ട്രെയിറ്റ് പീസ് ആയിരിക്കണം ഈ സെന്ററിൽ വരേണ്ടത്. അപ്പോൾ 2 സ്ട്രെയിറ്റ് പീസ് തമ്മിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന് കണക്കായിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പതിച്ചടിക്കുക ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ 2 പീസിന്റെയും റൈറ്റ് സൈഡാണ് നമ്മുടെ ഫേസിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ കിട്ടേണ്ടത്. നമുക്ക് നമ്മുടെ ക്യാൻവാസിന്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, കേർവ് ആയിട്ട് വരുന്ന സൈഡ്, അപ്പൊ ആ സൈഡിലുള്ള പീസ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ക്യാൻവാസുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കേർവ് എഡ്ജ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ നോച്ചസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പതിച്ചടിക്കുന്നതിന് മുന്നേ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് വേണം. എത്ര ലോങ് ആക്കാൻ പറ്റുമോ അത്രയും ലോങ് ആയിട്ടുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ്. എന്നിട്ട് നമ്മൾ ഇതിന്റെ സൈഡ് ഉണ്ടല്ലോ, ഇതിന്റെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. 2 ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ എത്രയും നേർത്ത ആക്കാൻ പറ്റുമോ അത്രയും നേർത്തതായിട്ട് ഇതിനെ 2 ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാബ്രിക്. അപ്പോൾ മാത്രമേ നമ്മുടെ പ്ലീറ്റ്സ് ഭംഗി ഉണ്ടാവൂ കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ എത്ര ഉണ്ടോ പീസ് അത്രയും നമ്മൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പീസിന്റെ നല്ല വശത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ പ്ലീറ്റ്സും സെയിം ആ ഒരു വിഡ്ത്ത് തന്നെ വരാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കാണാനും ഭംഗിയുണ്ടാവൂ. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇടാനും ശ്രദ്ധിക്കുക. പീസ് ഉണ്ടല്ലോ, ആ പീസ് ഈ ഒരു ക്യാൻവാസിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന്റെ പുറത്തേക്ക് വരുന്ന ആ ഒരു പ്ലീറ്റ്സിന്റെ ആ ഒരു വീതി ഉണ്ടല്ലോ,
ആ ഒരു വീതി എല്ലാ സൈഡിലും ഒരേ വീതിക്ക് തന്നെ എടുക്കുക. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് വേണം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും, അതായത് ഈ നടുക്കത്തെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോള് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾക്ക് ഈ ഒരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ രണ്ട് പീസസും ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് അതിന് കണക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹോള് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്യാൻവാസിന്റെ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് ഒന്ന് ഇതിന്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിലും ഉണ്ടാവും. നമുക്ക് നെക്കിന്റെ അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്ത് എടുക്കണമല്ലോ, അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ ഒരുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു തുണിയിൽ പേസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുർത്തിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ ആണ്. ഈ പ്ലീറ്റ് ഒക്കെ വന്നിട്ട് നോക്കുമ്പോൾ നല്ലൊരു പുതിയൊരു വെറൈറ്റി നെക്കാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആണ്, ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.